യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം 4. മനുഷ്യപുത്ര, നീ ഒരു ഇഷ്ടിക എടുത്ത് നിന്റെ മുമ്പിൽ വെച്ച് അതിൽ യെരൂശലേം നഗരം വരച്ച് അതിനെ നിരോധിച്ച് അതിൻ്റെ നേരെ കൊത്തളം പണിത് വാടകോരി പാളയമടിച്ച് ചുറ്റും യന്ത്രമുട്ടികളെ വയ്ക്കുക. പിന്നെ ഒരു ഇരുമ്പു ചട്ടി എടുത്ത് നിനക്കും നഗരത്തിനും മധ്യേ ഇരുമ്പു മതിലായി വയ്ക്കുക. നിന്റെ മുഖം അതിൻ്റെ നേരെ വെച്ച് അത് നിരോധനത്തിലാകേണ്ടതിന് അതിനെ നിരോധിക്കുക. ഇത് ഇസ്രായേൽ ഗൃഹത്തിന് ഒരടയാളമായിരിക്കട്ടെ. പിന്നെ നീ ഇടത്തുവശം ചരിഞ്ഞുകിടന്ന് ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അകൃത്യം അതിന്മേൽ ചുമത്തുക. നീ ആ വശം കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തോളം അവരുടെ അകൃത്യം വഹിക്കണം. ഞാൻ അവരുടെ അകൃത്യത്തിൻ്റെ സംവത്സരങ്ങളെ നിനക്ക് ദിവസങ്ങളായി എണ്ണും. അങ്ങനെ 390 ദിവസം നീ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അകൃത്യം വഹിക്കണം. ഇത് തികച്ചിട്ട് നീ വലത്തുവശം ചരിഞ്ഞുകിടന്ന് യഹൂദാ ഗൃഹത്തിൻ്റെ അകൃത്യം 40 ദിവസം വഹിക്കണം. ഒരു സംവത്സരത്തിന് 1 ദിവസം വീതം ഞാൻ നിനക്ക് നിയമിച്ചിരിക്കുന്നു. നീ യെരൂശലേമിന്റെ നിരോധനത്തിനു നേരെ നിന്റെ മുഖവും നഗ്നമായ ഭുജവും വെച്ച് അതിനു വിരോധമായി പ്രവചിക്കണം. നിന്റെ നിരോധനകാലം തികയുവോളം നീ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് തിരിയാതെ ഇരിക്കേണ്ടതിന് ഞാനിതാ കയറുകൊണ്ട് നിന്നെ കെട്ടുന്നു. നീ കോതമ്പും യവവും അമരയും ചെറുപയറും തിനയും ചോളവും എടുത്ത് ഒരു പാത്രത്തിലിട്ട് അവ കൊണ്ട് അപ്പമുണ്ടാക്കുക. നീ വശം ചരിഞ്ഞു കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം 390 ദിവസം അത് തിന്നേണം. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കെൽ തൂക്കമായിരിക്കണം. നേരത്തോട് നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളേണം. വെള്ളവും അളവു പ്രകാരം ഹീനിൽ 1/6 ഓഹരി നീ കുടിക്കണം. നേരത്തോട് നേരം നീ അത് കുടിക്കണം. നീ അത് യവദോശ പോലെ തിന്നേണം. അവർ കാണെ നീ മാനുഷ്യമലമായ കാഷ്ടം കത്തിച്ച് അത് ചുടേണം. ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കൾ ഞാൻ അവരെ നീക്കിക്കളയുന്ന ജാതികളുടെ ഇടയിൽ തങ്ങളുടെ ആഹാരം മലിനമായി ഭക്ഷിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്തു. അതിന് ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് ഒരിക്കലും ഒരു മാലിന്യവും ഭവിച്ചിട്ടില്ല. ഞാൻ ബാല്യം മുതൽ ഇന്നുവരെ താനെ ചത്തതിനെയോ പറിച്ചു കീറിപ്പോയതിനെയോ തിന്നിട്ടില്ല. അറപ്പായുള്ള മാംസം എൻ്റെ വായിൽ വെച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. അവൻ എന്നോട്, നോക്കുക, മാനുഷ്യ കാഷ്ടത്തിനു പകരം ഞാൻ നിനക്ക് പശുവിൻ ചാണകം അനുവദിക്കുന്നു. അത് കത്തിച്ച് നിന്റെ അപ്പം ചുട്ടുകൊള്ളുക എന്ന് കൽപ്പിച്ചു. മനുഷ്യപുത്ര, അപ്പവും വെള്ളവും അവർക്ക് മുട്ടിപ്പോകേണ്ടതിനും ഓരോരുത്തരും സ്തംഭിച്ച് അകൃത്യം നിമിത്തം ക്ഷയിച്ചു പോകേണ്ടതിനും ഞാൻ യെരൂശലേമിൽ അപ്പമെന്ന കോൽ ഒടിച്ചു കളയും. അവർ തൂക്കപ്രകാരവും പേടിയോടെയും അപ്പം തിന്നും. അവർ അളവ് പ്രകാരവും സ്തംഭനത്തോടെയും വെള്ളം കുടിക്കുമെന്ന് അവൻ എന്നോട് അരുളിച്ചെയ്തു.